നെയ് പായസവും നല്ല വനീലയുടെ ഐസ്ക്രീമും എങ്ങനെ ഉണ്ടാവും കോമ്പിനേഷൻ? കഴിച്ചെന്നറിയണം. പഞ്ചാമൃതം, അതും പഴനിയിൽ നമ്മൾ പോകുമ്പോൾ കിട്ടുന്നില്ലേ, ആ പഞ്ചാമൃതമാണിത്. ഒരു സ്ട്രോങ് ചായ, നല്ല സ്ട്രോങ് വേണം എനിക്ക്. തിരുപ്പതി ലഡു, തിരുപ്പതി ലഡു തിരുപ്പതിയിൽ മാത്രം കിട്ടുന്ന ഒരു സംഗതിയാണ്. നിങ്ങളിതിൻ്റെ റെസിപ്പി വാങ്ങിച്ചിട്ട് ചെയ്യുന്നതാണ് അല്ലേ? ഒറിജിനൽ റെസിപ്പി വാങ്ങിച്ചിട്ട് ചെയ്യുന്നതാണ്. ഞാൻ കഴിച്ചോട്ടെ. പാലിലാണ് ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കുന്നത്. ഇത് മറ്റേ നെയ് ജിലേബിയാണ് അല്ലേ? നെയ് ജിലേബി എല്ലായിടത്തും കിട്ടൂല. നമ്മൾ നാട്ടിലൊരു ബേക്കറിയിൽ പോയി നിൽക്കുമ്പോൾ ഒരു ഫീലില്ലേ, അതേ ഫീലാണ് കേട്ടോ ഇവിടെ. ഇത് ഷാർജ മുവൈലയിൽ സ്വീറ്റ് ബാസ്ക്കറ്റ് ബേക്കറിയാണ്. സ്വീറ്റ് ബാസ്ക്കറ്റിൽ മാത്രം കിട്ടുന്ന ഒരു എക്സ്ക്ലൂസീവ് ഐറ്റമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് കേട്ടോ. എന്താണെന്ന് മനസ്സിലായോ? പഞ്ചാമൃതം, അതും പഴനിയിൽ നമ്മൾ പോകുമ്പോൾ കിട്ടുന്നില്ലേ, ആ പഞ്ചാമൃതമാണിത്. ഇതിനകത്ത് ഇവർ ആ റെസിപ്പി അവിടെ നിന്ന് പോയിട്ട് എടുത്തു കൊണ്ടുവന്ന് ചെയ്ത ഒരു പഞ്ചാമൃതമാണ്. ഇതാണ്ടോ 5 സാധനങ്ങളാണ് ഇതിൽ. എന്തൊക്കെയുള്ളത്? പഴം, ശർക്കര, കൽക്കണ്ട്, ഈന്തപ്പഴം, ഉണക്കമുന്തിരി. 5 ഐറ്റംസ് ചേരുന്നതാണ് കേട്ടോ. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം കേട്ടോ. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ വന്നിട്ട് നിങ്ങളിത് വാങ്ങി കഴിച്ചു നോക്കണം. ഇതിലെങ്ങനെയാണ് അവിടെ നിന്ന് കിട്ടുന്ന ഒരു മണം വന്നത്? എങ്ങനെ ആ ഭസ്മത്തിൻ്റെ ഒരു ഒയ്യോ, അതാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതില്ലെങ്കിൽ നമുക്കിതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ആ ഒരു ഇതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ കഴിച്ച് നോക്കണേ. കഴിച്ചിട്ടില്ലാത്തവരിവിടെ ഒന്ന് കഴിച്ച് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം. നിങ്ങളിവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ആ റിസംബ്ലൻസ്. ഈ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള മുറുക്ക്, ഇത് റാഗിയുടെ ആണ് കേട്ടോ. റാഗിയുടെ മുറുക്ക്, റാഗിയുടെ മിക്സ്ചർ, റാഗിയുടെ പക്കോട. തട്ടുമുറുക്കാണ് ഇതല്ലേ, നമ്മുടെ പൊട്ടുകടല വെച്ചിട്ട് ചെയ്യുന്നില്ലേ, അതിൻ്റെ ഒരു മുറുക്കാണിത്. തട്ട് മുറുക്കെന്ന് പറയും. തട്ടിൻ്റെ വേറെയും കുറേ ഐറ്റംസ് ഉണ്ടല്ലേ, തട്ട്, മസാലത്തട്ട്, അതിൻ്റെ മുറുക്കാണിത് കേട്ടോ. ബോളി ഇപ്പം ഒരുവിധം എല്ലായിടത്തും കിട്ടുമെന്ന് തോന്നുന്നു അല്ലേ? ബോളിയുടെ കൂടെ പായസം, അതാണ് കോമ്പിനേഷൻ, അതും പാൽപ്പായസം. അവരുടെ സ്വീറ്റ് ബാസ്ക്കറ്റ് ബേക്കറിയുടെ മറ്റൊരു ഫാസ്റ്റ് മൂവിങ് ഐറ്റമാണിത് കേട്ടോ. അതായത് ഗുലാബ് ജാമും ഐസ്ക്രീമും. അത് പിന്നെ കോമ്പിനേഷൻസ് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ഇത് ചോക്ലേറ്റ് ബ്രൗണി വിത്ത് ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. നമുക്ക് ഏത് ഫ്ലേവറാണോ വേണ്ടത് ആ ഫ്ലേവറിൽ ഇവർ തരും കേട്ടോ. ഇത് കോമ്പിനേഷൻ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഇങ്ങനെ തന്നത്. നിത്യ, ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ. ഞാൻ വന്നപ്പം അധികം ആളില്ലായിരുന്നു. പക്ഷെ ഒരു 4-5 മണിയായപ്പോൾ ഭയങ്കര തിരക്കാണ് ഇവിടെ. ഒരു 5 മണി തൊട്ടിട്ട് ഒരു 9 മണി വരെ നമുക്ക് തിരക്കുണ്ട്. ഭയങ്കര തിരക്കാണ്. അതും ഈ ചൂടത്ത് ഞാനതാ നോക്കിയത്. ചെറിയ തണുപ്പുള്ള ഉള്ളിൽ സൗകര്യങ്ങളുള്ളത്. നമ്മുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? നമ്മുടെ നാട്ടിലെ അതേ ബേക്കറി തന്നെയായിരുന്നു നമ്മുടെ സംഘം. അതെനിക്ക് കയറിയപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ നാട്ടിൽ അതേ ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് അത് തന്നെ ചെയ്യുന്നത്. എല്ലാ പ്രൊഡക്ട്സും നമ്മുടെ സെൻട്രൽ കിച്ചണിൽ തന്നെ ചെയ്യുന്നത്. എല്ലാം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. ഒന്നും പുറത്തുനിന്ന് അക്വയർ ചെയ്യുന്നില്ല. ഒരു സാധനം പുറത്തുനിന്നില്ല. എല്ലാം നമ്മുടെ സെൻട്രൽ കിച്ചൺ തന്നെ ചെയ്യുന്നത് ആണല്ലേ? ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് ഞാൻ കണ്ടു. മറ്റേ പഞ്ചാമൃതം, പഴനിയിലെ പഞ്ചാമൃതം, തിരുപ്പതിയിലെ ലഡുവും. അതെ അതെ, നാട്ടിലെ അതേ ടേസ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നോർത്തും സൗത്തും എല്ലാം മിക്സ് ചെയ്തിട്ടാണ്. ഓക്കെ ഓക്കെ. എഗ് പഫ്, ദിൽകുഷ്, കോക്കനട്ട് ബണ്ണ്, ചിക്കൻ സാൻഡ്വിച്ച്, ചിക്കൻ റോള്, ഇലയട, റൈസ് പത്തിരി, പഴംപൊരി, വെജ് സമൂസ. നമ്മുടെ അടുത്ത് സാത്തൂർ സേവ, പെപ്പർ സേവ, കാരസേവ, അതുപോലെ ബട്ടർ മുറുക്ക്, തേൻ കുഴൽ, മധുര സേവ, അങ്ങനെയുള്ള വെറൈറ്റി എല്ലാതരം മുറുക്കുകളുണ്ട്. മുറുക്കുകൾ മാത്രമല്ല, ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട്. എല്ലാ ബേക്കറി ഐറ്റംസും ഉണ്ട്. നമ്പർ തരാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോട്ടോ. എന്തെങ്കിലുമൊക്കെ അവൈലബിലിറ്റി അറിയണമെങ്കിൽ 056-986-4234.